തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് CPI, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, 2 ദിവസം മുമ്പ് അതിന്റെ 100ാം സ്ഥാപനത്തിന്റെ 100ാം വാർഷികം വളരെ വലിയ ശബ്ദമൊന്നുമില്ലാതെ CPIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അജയഭവനിൽ ഒരു ഹാളിൽ നടത്തി. അതായത് ഒരു ശതാബ്ദി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു ഇത്. അത് വലിയ ശബ്ദമില്ലായിരുന്നു, വലിയ പബ്ലിക് ഫേസ് ഇല്ല. ഡൽഹിയിൽ പോലും മീഡിയ വേണ്ട വിധം അത് കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ മെൻഷൻ ചെയ്തിരിക്കും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു അവസ്ഥ ഇന്നത്തെ. പക്ഷേ എനിക്ക് വളരെ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന ഒരു സംഗതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി PC ജോഷിയുടെ കൊച്ചുമകൻ, അതായത് മകന്റെ മകൻ, എന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഈയിടെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജോഷി ലൈനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു, പക്ഷെ അത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാസ്തവം അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹവും മറ്റു പലരെയും പോലെ കേരളത്തിലേക്ക്, അതായത് 50 വയസ്സ് പ്രായമായ അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്ത് എൻ്റെ സ്ഥലത്തിനടുത്തൊരു ചെറിയ സ്ഥലമുണ്ട്, ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. അവിടെ മേടിച്ച് അവിടെ കേരളമാണ് ഭാവിയിൽ കുറച്ചുകൂടെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ് ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ VK ചെറിയാൻ, എൻ്റെ സുഹൃത്ത്, സീനിയർ മാധ്യമപ്രവർത്തകൻ, CPIയുടെ പെട്രിയോട്ട് എന്ന പത്രത്തിൽ വർക്ക് ചെയ്ത, CPIയുടെ എമർജൻസി സമയത്ത് മുഴുവൻ കോൺട്രാഡിക്ഷൻസും നന്മയും ഒക്കെ അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ശ്രീ മാധവൻകുട്ടി. ഈ 100ാം വാർഷികം CPI ആഘോഷിക്കുമ്പോൾ താങ്കളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് ഈ CPI എന്ന പാർട്ടിയെ പറ്റി? CPI മാറി, പക്ഷെ CPI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. CPM ഉണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, PWG ഇപ്പോഴും നമ്മുടെ വനങ്ങളിലുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, എന്താണ് അതിന്റെ ഭാവി, ഇന്ത്യയിലെ അതിനൊരു ഭാവി ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ റിഫ്ലക്ഷൻ, താങ്കളൊരു 50-60 വർഷമായി ഈ പ്രസ്ഥാനത്തെ വളരെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ വളരെ സന്തോഷം ഇങ്ങനെ ചോദിച്ചത്. കാരണം എനിക്ക് ഉള്ളു തുറക്കാനുള്ള, മറ്റ് രാഷ്ട്രീയ വിശകലനം നടത്തുന്ന പോലെയല്ല, എൻ്റെ സ്വന്തം അകം തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാണ് താങ്കൾ തരുന്നത്. ഈ 100ാം വർഷം അല്ലെങ്കിൽ ജന്മശതാബ്ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതുപോലും തർക്കത്തിലാണെന്ന് ചെറിയാൻ അറിയാമല്ലോ. അത് CPIM പറയുന്നത് അത് താഷ്കണ്ടിൽ 2 വർഷം മുൻപ് നടന്നതാണെന്ന് CPM-ഉം, അല്ല ഇന്ത്യയിൽ കാൺപൂരിൽ നടന്നതാണെന്ന് CPIയുടെ മറ്റു ചില CPIML ലിബറേഷൻ തുടങ്ങിയ പാർട്ടികളും അവകാശപ്പെടുന്നതിന്റെ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് തമ്മിലുള്ള അകൽച്ചയും എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവിടുത്തെ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഘടിച്ച് വിഛിന്നമായി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നല്ല ഒരു ഇതുകൂടിയാണ്. ഈ തീയതിയെ സംബന്ധിച്ച തർക്കം ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത സംഭവം. അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം. നമ്മൾക്ക് ഇപ്പോഴും ഇന്ത്യയിലെ കുറെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശതാബ്ദി കഴിഞ്ഞിരിക്കുന്നു. അത് CPM ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. CPIML ലിബറേഷനും CPIയും ഇപ്പോൾ ആഘോഷിക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഇതിന്റെ ഒരു ദുരന്ത ഛവി നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്നത് എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷാദത്തിന്റെ നിമിഷം കൂടിയാണ്. ഒരുതരം വിഷാദാത്മക മാർക്സിസം അല്ലെങ്കിൽ വിഷാദാത്മക കമ്മ്യൂണിസ്റ്റ് ബോധമാണ് ഞാൻ ഇന്ന് കൊണ്ടു നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നങ്ങളല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിനെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ എന്ന രീതിയിൽ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോഴും അത് ഒരു സാർവജനീയമായ, ഇന്റർനാഷണലായ, സാർവദേശീയമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുകയുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കണം.
ഒരാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ, ഒരു എന്നെ പോലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അയാൾ പ്രഖ്യാപിക്കുന്നത് അയാൾ ഒരു സാർവദേശീയവാദിയാണെന്ന് തന്നെയാണ്. അല്ലാതെ അപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന് പറയുമ്പോൾ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവിയുടെ മൂർത്ത സന്ദർഭത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കലായിരിക്കും സത്യസന്ധവും ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ വിശകലനത്തിന്റെ അടിസ്ഥാന ധർമ്മവും. ലോകത്ത് എമ്പാടും ഒരു കാലത്ത് 1/3 വിഭാഗം ജനങ്ങൾ തങ്ങളെ ഭരിക്കുന്ന രാഷ്ട്രീയമായി സ്വീകരിച്ചിരുന്ന മാർക്സിസം ലെനിനിസം, അതിനെ കമ്മ്യൂണിസ്റ്റ് വിളിക്കുമ്പോൾ അതിന് അർത്ഥങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന 3 ജനങ്ങളായിരുന്ന ലോകത്ത് ഇന്ന് അവശേഷിക്കുന്നത് സ്വയം പൂർണ്ണമായി സോഷ്യലിസ്റ്റ് അല്ല, സോഷ്യലിസ്റ്റ് ചൈനയുടെ സവിശേഷതകളോടുകൂടി സോഷ്യലിസം എന്ന് വിശേഷിപ്പിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, കൊറിയൻ സവിശേഷതകൾ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയും, പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നു സാങ്കേതിക അർത്ഥത്തിലെങ്കിലും അത് കൊട്ടിഘോഷിക്കാത്ത ലാവോസും വിയറ്റ്നാമും, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇപ്പോഴും പറയുന്ന ക്യൂബയും കഴിഞ്ഞാൽ ദേശീയ നിലവാരത്തിൽ ഒരു ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇല്ല. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അതല്ല, ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും 70കളുടെ മധ്യം വരെ സ്ഥാനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ കക്ഷികൾ ഇല്ലാതായിരിക്കുന്നു. ഉദാഹരണം, ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഗ്രാംഷിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തോഗ്ലിയാത്തിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 2ാം ലോക മഹായുദ്ധത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഓരോന്ന് അണുകണെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലോകത്തെമ്പാടും മാർസിന്റെ ജർമ്മനിയിൽ, ഫ്രാൻസിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, ഏഷ്യയിലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാൻ, മംഗോളിയ, അല്ലെങ്കിൽ കഴക്കിസ്ഥാൻ, ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ, ഇവിടെ എല്ലാം ഭരണകക്ഷി എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്കും അസ്തമിച്ചു കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ആ ലോക ചുറ്റുപാടിൽ ഇപ്പോഴും കേരളം എന്നൊരു പ്രദേശത്ത് തെരഞ്ഞെടുപ്പിലൂടെയുള്ള ഒരു ഐക്യമുന്നണി തന്ത്രത്തിലൂടെ ആണെങ്കിലും അധികാരത്തിൽ ഉള്ള ഒരുപക്ഷെ ലോകത്തെ ഏക പ്രദേശമായി ഒരുപക്ഷെ നമ്മുടെ മലയാളികളുടെ മാതൃഭൂമിയായ കേരളം അറിയപ്പെടും. ഞാൻ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നയാളാണ്. കുറച്ചു കാലം മുൻപ് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ചൈനയുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിറം മാറി എന്ന് ആർക്കും തോന്നാവുന്ന ചൈനയുടെ മാറ്റത്തിന് ശേഷം വളരെ കാലം ഇന്ത്യയിൽ, ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിന്നു. 91-ലാണ് സോവിയറ്റ് യൂണിയന്റെ പതനം. അതിനു മുൻപ് 89-ലാണ് ഡെങ് സിയാഒപിങ് വന്ന് അവിടുത്തെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന സിദ്ധാന്തവും നമുക്ക് പുറത്തുനിന്ന് നമുക്ക് അനുഭവിച്ചിട്ടുള്ള രീതിയിലുള്ള സോഷ്യലിസവും അറിഞ്ഞിട്ടുള്ള ജനാധിപത്യവും ഇല്ലാത്ത ചൈനയിൽ അതിനെ ആ സംഭവങ്ങൾക്ക് ശേഷവും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും എന്തിന് അതിന്റെ തന്നെ ഒരു വിഭാഗമായ മാവോയിസ്റ്റുകളും സജീവമായിരുന്നു. നാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ പാർലമെന്ററി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല ചെറിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് ഒരു കാലത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ വഴിതെറ്റിയ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിന്റെ അതിസാഹസിക ഭാഗമെന്ന് നിങ്ങൾക്ക് പറയാം, അതിന്റെ ഒരു ചൈനയുടെ കണ്ണടച്ച് പിന്തുടരുന്ന ഒരു വിഭാഗം എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇന്ത്യയിലെ CPMഉം CPIയും പോലെ തന്നെ അതിലും ഒരു പക്ഷെ അധികം ഇന്ത്യയിലെ ഭരണകൂടം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIML മാവോയിസ്റ്റ് പ്രസ്ഥാനം. അതിന് ഈ അടുത്ത കാലത്താണ് ബസ്തറിലെ വൻ കൂട്ടക്കൊലയിലൂടെ അവസാനിപ്പിച്ചു എന്ന് ഷായും മോഡിയും പറയുന്നത്. അപ്പോൾ ഏത് സത്യസന്ധനായ വ്യക്തിക്കും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 100 വർഷം എന്ന് പറയുമ്പോൾ CPI മുതൽ
അല്ലെങ്കിൽ CP ജോണിന്റെ CPI നമ്മുടെ CPയുടെ CMP മുതൽ, അതായത് കോൺഗ്രസിന്റെ കൂടെ നിത്യശയനം തുടരുന്ന CP ജോണിന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം. റോസാ ലക്സംബർഗിനെ പറ്റി പുസ്തകം എഴുതി കോൺഗ്രസിന്റെ കൂടെ ഐക്യമുന്നണിയിൽ തീരുന്ന ഒരു CP, അത്ര മിതവാദിയായ ഒരു CMP മുതൽ ഇപ്പോഴും തീർന്നില്ലയോ എന്ന് അറിയാത്ത മാവോയിസ്റ്റ് പ്രസ്ഥാനം വരെയുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആദ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് അംഗീകരിക്കും. അതെന്തുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തി എന്ന് പരിശോധിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ പ്രസ്ഥാനം ഒരു സാർവദേശീയ പ്രസ്ഥാനമാണ്. രണ്ട്, നമ്മുടെ പ്രസ്ഥാനം CMP മുതൽ ഇങ്ങ് മാവോയിസ്റ്റുകൾ വരെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതിന്റെ തിരിച്ചടികളുടെ കാരണങ്ങൾ വിഭിന്നമാണ്. ഇത് അറിയാനുള്ള മൂർത്ത സാഹചര്യങ്ങളുടെ മൂർത്ത വിശകലനം, അതാണ് ഒരാളെ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം. അതുപോരാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാർവദേശീയമാണ്, അത് വർഗ സമരടിസ്ഥാനമായിട്ടുള്ളതാണ്. മൂന്ന്, ഈ പറയുന്ന തന്നെ അതിന്റെ പരാജയങ്ങളും വിജയങ്ങളും എല്ലാം അത്തരത്തിൽ പരിഗണിക്കേണ്ടതാണ്. ഇത് കൂടാതെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നു നിൽക്കുന്നത് കേരളത്തിലെ പ്രാദേശിക അധികാരത്തിൽ ഒരു കൂട്ടുമുന്നണി ഭാഗമായി നിലനിൽക്കുന്നു. അത് വമ്പിച്ച തിരിച്ചടികളും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ അതിനു മുൻപ് രണ്ടാം പിണറായി സർക്കാരിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പ്. ഇതെല്ലാം ഒരു തിരിച്ചടിയുടെ കാലഘട്ടത്തിലാണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചടിയുടെ ചരിത്രപരമായ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചടിയുടെ കാലഘട്ടത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയുമ്പോൾ, തിരിച്ചടിയുടെ ഒരു കാലഘട്ടത്തിലൂടെ ഇനിയും നമുക്ക് എവിടേക്കാണ് കേരളത്തിലെ CPIയും അല്ലെങ്കിൽ CPIയും കൂടിയുള്ള മുന്നണി പോകുന്നതെന്ന് പറയാൻ കഴിയാത്ത വണ്ണമുള്ള ജനാധിപത്യ വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു 10-16 വയസ്സ് മുതൽ 15 വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വൈകാരികവും ബൗദ്ധികവുമായ അന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്ന പത്രപ്രവർത്തകന് ഇത് ഒരു വിഷാദത്തിന്റെ നിമിഷം തന്നെയാണ്. പണ്ട് OV വിജയൻ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന്? ഐ ആം എൻ അഗ്നോസ്റ്റിക് കമ്മ്യൂണിസ്റ്റ്. എന്താ പറഞ്ഞേ വിജയൻ? ഞാൻ സംശയാലുവായ ഒരു മാർക്സിസ്റ്റ് ആണ്. അതുപോലെ അന്ന് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമാണെന്ന് തോന്നുന്നു വിജയൻ അത് പറഞ്ഞു. എന്നോട് ഇന്ന് ചോദിക്കുകയാണ്, ഐ ആം എ മെലൻകളി മാർക്സിസ്റ്റ് ചെറിയാൻ, ടു ബി വെരി ഓണസ്റ്റ്. എന്ത് തരത്തിലുള്ള അങ്ങനെയുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്നോട് ചോദിക്കുമ്പോൾ അപ്പൊ അതുകൂടി മനസ്സിലാക്കണം, നിങ്ങൾ സംസാരിക്കുന്നത് ഒരു വിഷാദിയായ മാർക്സിസ്റ്റിനോടാണ്. 75കാരൻ. അല്ല, സമ്മതിച്ചു സർ. ഇത് തന്നെയാണ് എൻ്റെ സുഹൃത്തും എൻ്റെ അയൽക്കാരനുമായി പ്രോഗ്രസ് പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്തിരുന്ന സുരേന്ദ്രകുമാർ എന്ന നെവൽ മ്യൂട്ടിനി സഖാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ്. അദ്ദേഹം 91-ലാണ് എനിക്ക് തോന്നുന്നത്, ഗോർബച്ചേവിന്റെ സമയത്താണ് അദ്ദേഹം തിരിച്ച് പ്രോഗ്രസിൽ നിന്നും ഡൽഹിയിലെത്തിയത്. അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, താങ്കൾ സോവിയറ്റ് യൂണിയന്റെ പതനം എങ്ങനെ നടന്നു എന്ന് വളരെ കൃത്യമായി അറിയുന്ന ഒരു ദേഹമാണ്, അതിനെ ഒരു ബുക്കാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം, ഞാനിവിടെ താങ്കൾ ഇത് വിഷാദ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ചെറിയൻ, നിങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ട ഒരു സിസ്റ്റം, ഒരു രാജ്യം എങ്ങനെ തകർന്നു എന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെ, എൻ്റെ ജീവിതം എങ്ങനെ ഞാൻ തോന്നിച്ചു എന്ന് എഴുതുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പേഴ്സണൽ ട്രോമ നമ്മളൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിച്ചവരും അതിനകത്ത് വളരെ ഇതായിട്ട് ഒതുങ്ങും. പക്ഷെ ഇത് ഇന്നത്തെ പാർട്ടിയിലെ ആൾക്കാർ എത്ര പേര് ഈ വിഷാദത്തെ ഉൾക്കൊണ്ട് എങ്ങനെ ചെറുതായെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷന് അനുസരിച്ച് ഒരു മാർക്സിയം വിശകലനത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത് എന്ന് പറയേണ്ടി വരുന്നത്. ശരിയാണ്.